നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്ഫർ ടു അൺബോൺ പേഴ്സൺസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സെക്ഷൻ 13ഉം 14ഉം നമ്മൾ കവറപ്പ് ചെയ്തിരുന്നു. ട്രാൻസ്ഫർ ടു അൺബോൺ പേഴ്സൺ സെക്ഷൻ 13 ആൻഡ് റൂൾ അഗെയിൻസ്റ്റ് പെർപ്പിച്യൂറ്റി സെക്ഷൻ 14. ഇത് രണ്ടും നമ്മൾ കവറപ്പ് ചെയ്ത് വന്നാണ്. സോ വാട്ട് ഈസ് സെക്ഷൻ 15 ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആറ്റ് 1882? സെക്ഷൻ 15 അത് നമ്മൾ നോക്കുന്നത്, നേരത്തെ നമ്മൾ ഇത്രയും കേസിൽ ഒരു ചൈൽഡിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ടു എ ക്ലാസ് ഓഫ് പേഴ്സൺ, ഒന്നിലധികം ആൾക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹിയർ ക്ലാസ് ഓഫ് പേഴ്സൺ റെഫേഴ്സ് ടു ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് ബെനിഫിഷ്യറി. നേരത്തെ ഒരു ചൈൽഡായിരുന്നു, അൺബോൺ ചൈൽഡായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്. സെക്ഷൻ 15 വെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു എ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ എന്നൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫർ ടു എ ക്ലാസ് ഓഫ് പേഴ്സൺ, ദെൻ ഇറ്റ് ഷാൽ ബി വാലിഡ് ഫോർ ഓൺലി ദോസ് ഹു ഫുൾഫിൽ ദ കണ്ടീഷൻ ഓഫ് സെക്ഷൻ 13 ആൻഡ് 14 ആൻഡ് ഫെയിൽ ഫോർ ദ റെസ്റ്റ്. സോ സെക്ഷൻ 15 പ്രകാരം ക്ലാസ് ഓഫ് പേഴ്സൺസിൻ്റെ കേസ് വരുവാണെങ്കിൽ നമ്മൾ സെക്ഷൻ 13ഉം 14ലും ഉള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. സോ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന കേസുകളിൽ മാത്രമേ എന്താവുള്ളൂ, ട്രാൻസ്ഫർ പ്രോപ്പർട്ടി എഫക്റ്റ് ആകുള്ളൂ. സോ അതിനകത്ത് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ദെയറിൻ ഈസ് ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ ക്ലാസ് ഓഫ് പേഴ്സൺ. സോ ഒരു ക്ലാസ് ഓഫ് പേഴ്സണിലേക്കാണ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് സച്ച് ക്ലാസ് ഓഫ് പേഴ്സൺ, വൺ പേഴ്സൺസ് ഇൻട്രസ്റ്റ് ഫെയിൽ ബൈ റീസൺ ഓഫ് എനി ഓഫ് ദ റൂൾ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 13 ആൻഡ് 14. ഒരാളുടെ കണ്ടീഷൻ മാത്രം ഫെയിലായി, ക്ലാസ് ഓഫ് പേഴ്സൺസിൽ ഒരാൾക്ക് ഉള്ള കണ്ടീഷൻ മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ. If such interest fails in regard to some person in the class, he fails to get the benefit under the transfer. സോ അങ്ങനെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആരുടെ പേരിലുള്ള ഇതാണോ ട്രാൻസ്ഫർ ആണോ ഫെയിൽ ആയത്, ആ ഒരാളുടെ മാത്രം ആണ് ലോ പ്രകാരം ഇൻവാലിഡ് ആവത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് അബ്സല്യൂട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ആർക്കാണോ ആ ഫെയിൽ ആയിപ്പോയത്, കണ്ടീഷൻ മീറ്റ് ചെയ്യാതെ പോയത്, ആ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടിയിലെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോവുക. സോ ദ പേഴ്സൺസ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 13 ആൻഡ് 14 ഡസ് നോട്ട് അഫക്ട് ദ ഹോൾ ക്ലാസ്. ഇറ്റ് ഈസ് വാലിഡ് ഫോർ അതേഴ്സ് ആൻഡ് ദേ വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ട്രാൻസ്ഫർഡ്. സോ ഒരു ആളുടെ പേരിൽ മാത്രമാണ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാതെ പോയതെന്നുണ്ടെങ്കിലും ആ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കും ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത, ബാക്കി എല്ലാവർക്കും ലീഗലി എന്ത് ചെയ്യാം, പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇല്ലുസ്ട്രേഷൻ, അതൊരു ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ടൊരു ഇല്ലുസ്ട്രേഷൻ ഞാൻ പറയാം. എ മേക്സ് ട്രാൻസ്ഫർ ഓഫ് ഹിസ് പ്രോപ്പർട്ടി ടു ഹിസ് അൺമാരിഡ് സൺ ബി ഫോർ ലൈഫ് ആൻഡ് ദെൻ ടു ബീസ് അൺബോൺ ചിൽഡ്രൻ വിത്ത് എ കണ്ടീഷൻ ദാറ്റ് എ ഫീമെയിൽ ചൈൽഡ് വാസ് ടു ഗെറ്റ് ഓൺലി എ ലൈഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്. ബി ഹാഡ് 2 sons. So the interest of the daughter here fails because as per section 13, for the reason life interest cannot be granted to unborn child. So ഈ പറയുന്ന ബി മരിക്കുമ്പോൾ 2 ആൺകുട്ടികൾ ബിക്കുണ്ട്, പക്ഷേ ഡോട്ടർ അൺബോൺ ആണ്, ജനിച്ചിട്ടുണ്ടായിരുന്നില്ല, വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. സോ ഈ ഒരു കേസിൽ എന്താണ്, ലൈഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ല അൺബോൺ ചൈൽഡിന്. ബാക്കി 2 സൺസും എന്താണ്, ലീവിങ് പേഴ്സൺ ആണ്. അപ്പോൾ അവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ഫീമെയിൽ ചൈൽഡ് ഷീസ് ഇൻ ദ വോംബ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അൺബോൺ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബി മരിച്ചതുകൊണ്ട് ലൈഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ആക്കാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായി, അത് ഇൻവാലിഡായി ഈ പറയുന്ന ഫീമെയിൽ ചൈൽഡിൻ്റെ കേസിൽ. സോ എന്താണ്, ലീഗലി ബിയുടെ 2 സൺസിനും പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അറ്റ് ദ ടൈം ഓഫ് ബീസ് ഡെത്ത് ദേ വെർ അലൈവ്. സോ പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ഡോട്ടർ ഷീ വാസ് അൺബോൺ. സോ ആ ഒരു കേസിൽ ഇൻവാലിഡായി പോകുന്ന ഈ പറയുന്ന ബെനിഫിറ്റ് കിട്ടാത്ത ഡോട്ടറിന് മാത്രമാണ് സൺസിന് ബെനിഫിറ്റ് കിട്ടും. സോ അതാണ് സെക്ഷൻ 15.